സുഭാഷിതം ചാനലിൻ്റെ സർവീസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവനക്കാരെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരമ്പര തന്നെ നമുക്കുണ്ട്. അതിൽ DA, HR അങ്ങനെ തുടങ്ങിയിട്ടുള്ള DR ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ. ഇന്നിപ്പോൾ ഒരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ അനുഭവിക്കുന്ന വലിയ വേദനയുടെ, സങ്കടത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ കഥയാണ് പറയുന്നത്. രംഗം വളരെ ലളിതമാണ്. കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ജല അതോറിറ്റിയിലാണ് ഈ സംവിധാനം നടക്കുന്നത്. PhD പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന കേരളത്തിലെ ജലവിതരണ രംഗത്ത് തുടങ്ങിയിരുന്ന ഒരു സ്ഥാപനമാണ് PhD പബ്ലിക് ഹെൽത്ത് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് തുടക്കകാലത്ത് PWയുടെ കീഴിലായിരുന്നു. പിന്നെ കുറച്ചു കാലം റവന്യൂ വകുപ്പും അത് നോക്കിയെന്ന് മനസ്സിലാക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അത് സെപ്പറേറ്റായിട്ട് PhDയെ KWA ആക്കുന്നത്. KWA എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റി. അതിനു മുമ്പ് കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ അതോറിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടറും വേസ്റ്റ് വാട്ടറിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം അതെല്ലാം മാറ്റി വാട്ടർ അതോറിറ്റി ആക്കി. വാട്ടർ അതോറിറ്റി ആക്കിയതിനുള്ള പ്രധാന കാരണം MP ഗംഗാധരൻ മന്ത്രിയായിരിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MP ഗംഗാധരൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതിനൊരു ശ്രമമൊക്കെ ഒരു വാട്ടർ അതോറിറ്റിയായി മാറുന്നത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ വന്നപ്പോഴുമൊക്കെ ഇത് അങ്ങനെ തന്നെ മാറി. വാട്ടർ അതോറിറ്റി ആകുന്നതിന് വേൾഡ് ബാങ്കിൻ്റെ പണം കടമെടുക്കും. കാരണം അതിനു മുമ്പ് അവർ LIC, ഹഡ്കോയൊക്കെ വായ്പ എടുത്ത് വലിയ നഷ്ടത്തിൽ പോവുകയായിരുന്നു. അങ്ങനെ നഷ്ടത്തിൽ നിന്നപ്പോഴാണ് വേൾഡ് ബാങ്കിലേക്ക് പണത്തിന് ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ വേൾഡ് ബാങ്ക് പറഞ്ഞു, നിങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും ഞങ്ങൾക്ക് പണം തരാൻ പറ്റത്തില്ല, നിങ്ങൾ KWA പോലുള്ളൊരു സ്വതന്ത്ര ഓട്ടോണമസ് സ്ഥാപനമാക്കിയാൽ ഞങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അന്ന് പക്ഷേ ആദ്യം ശക്തമായ രീതിയിൽ CITUവും അന്നത്തെ അതായത് KWA ആവുന്നതിന് മുമ്പുള്ള PhDയിലുണ്ടായിരുന്ന CITUവും അതുപോലെ തന്നെ AITUCയും INTUCയും അവരാണ്, പിന്നെ RSPയുടെ UTUCയും അവരാണ് പ്രധാനപ്പെട്ട സംഘടനകൾ. ഇവർ വളരെ വലിയ സമരം നടത്തിയപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. അത് ഓട്ടോണമസ് സ്ഥാപനമായാലും ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഒരു മാറ്റവും വരുത്തില്ല, അത് ഭംഗിയായി കൊണ്ടുപോകും. സർക്കാരിൻ്റെ തന്നെ സേവന വേതന വ്യവസ്ഥകൾ പോലെ 20 ദിവസം ലീവ്, പിന്നെ ലീവ് സറണ്ടർ തുടങ്ങി പെൻഷൻ തുടങ്ങി സർക്കാരിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സേവന വേതന വ്യവസ്ഥകളായി ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് സമരം അവസാനിക്കുകയും അത് അവസാനം KWA ആവുകയും വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികൾ വരികയും പിന്നെ അതിനുശേഷം ജപ്പാൻ കുടിവെള്ള പദ്ധതി വരികയും പിന്നെ തുടർച്ചയായി ധാരാളം ലോണുകൾ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നൊരു സ്ഥാപനമായിരുന്നു കേരള വാട്ടർ അതോറിറ്റി. അവിടെ കഴിഞ്ഞ ദിവസം അതിൻ്റെ എംപ്ലോയീസ് യൂണിയൻ്റെ, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഈ സർവീസ് സ്റ്റോറി ചെയ്യാൻ കാരണം നമുക്ക് ഇതുപോലത്തെ ത്രെഡുകൾ കിട്ടിയാൽ മാത്രമേ സ്റ്റോറി ചെയ്യാൻ കഴിയുകയുള്ളൂ. വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ ജീവനക്കാരോട് കാണിക്കുന്ന പ്രതികാര നടപടികളും ജോലിയുടെ ഉത്തരവാദിത്വം എന്ന പേരിൽ ന്യായീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അത്യന്തം അപലപനീയമാണ്. ഇതൊരു സാധാരണ ഭരണ നടപടിയല്ല, തൊഴിലാളി വിരുദ്ധ സമീപനത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. പറയുന്ന ഞാനല്ല, CITU എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. മകളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടി ലീവ് അപേക്ഷിച്ച് അർഹതപ്പെട്ട ലീവ് നിശ്ചയിച്ച നടപടി തികച്ചും മനുഷ്യാവകാശ ലംഘനവും കുടുംബ മൂല്യങ്ങളെ അവഗണിക്കുന്നതുമായ പ്രവൃത്തിയുമാണ്. ആരോ അവിടെ ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ ലീവ് കൊടുക്കാൻ പറ്റില്ല, ഇപ്പോൾ ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി ലീവാണ് ചോദിച്ചത്, അതിന് ലീവ് കൊടുത്തില്ല. ഒന്നാമത്തെ വിഷയം. ഒരു ജീവനക്കാരന് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി സമയം ചെലവഴിക്കാനുള്ള അവകാശമുണ്ട്. CITUകാരുടെ വാദമാണ്, എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം. അത് നിഷേധിക്കുന്ന ഒരു ഒഫീഷ്യൽ തീരുമാനം മാത്രമല്ല, കുടുംബത്തോടുള്ള ഗുരുതരമായ അനീതിയാണ്. ഇത്തരത്തിലുള്ള സമീപനം ജോലി സ്ഥലത്തെ മാനുഷികതയും നീതിയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, അവർ നിരവധി മറ്റു കാര്യങ്ങൾ പറയുന്നു. ഇത്തരം പ്രതികാരപരമായ നടപടികളുണ്ട്. ഓപ്പറേറ്റിംഗ് മേഖലയിൽ ജീവനക്കാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ സംസ്ഥാന സർക്കാർ പോലും നടപ്പിലാക്കാത്ത ലേബർ കോഡ് റെഫറൻസായി കാണിച്ചുകൊണ്ടുള്ള ഓർഡർ ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അതിനെ തൊഴിലാളികൾ ഐക്യത്തോടെ ചേർത്ത് തോൽപ്പിച്ചതാണ്. അപ്പോൾ ലേബർ കോഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങൾ വന്നു. അതുപോലെ തന്നെ കേവലം ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാർക്ക് മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം. അതിനാൽ തന്നെ വീണ്ടും ഇത്തരം നിറകെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് CITU പറയുന്നത്. ഈ അന്യായമായ ലീവ് നിഷേധവും പ്രതികാര നടപടികൾ ഉടൻ പിൻവലിക്കണം. അത് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾ ആരംഭിക്കുകയും സംസ്ഥാന തലത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്യും. തൊഴിലാളി ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തും. അനീതിക്കെതിരെ വ്യാപകമായ പോരാട്ടം സംഘടിപ്പിക്കും. മക്കളുടെ വിദ്യാഭ്യാസം ഒരു അവകാശമാണ്.
തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. തിരുത്തിയില്ലെങ്കിൽ അനീതിക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകും. അതിനേക്കാളൊക്കെ പ്രധാനം JJM ജലജീവ മിഷൻ്റെ വലിയ ടാർഗറ്റ് കൊടുത്തതാണ്. അത് പമ്പരമായിട്ട് അത് പപ്പടം പോലെ ആ പദ്ധതിയെ പൊളിച്ചടുക്കി. ഇന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകളിൽ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേറ്റുകളിൽ 90%, 100% വീടുകളിലേക്ക് 2 ടാപ്പ് കൊടുക്കുന്ന അതിമനോഹരമായ ജലജീവ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാണ് ഇവിടെ തകർത്തത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പദ്ധതിയല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗുണഭോക്തൃ സമിതികളുടെയും ഒരു സംയുക്ത പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിൽ ആവശ്യമില്ലാത്ത ടാർഗറ്റുകൾ കൊടുത്ത് അതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി ആ പദ്ധതിയെ പൊളിച്ചടുക്കി. JJMൽ സീനിയർ ഉദ്യോഗസ്ഥരുടെ നീതിരഹിതമായ തീരുമാനങ്ങൾ എടുത്ത് സെക്രട്ടേറിയറ്റ് ഈ ഹെഡ് ഓഫീസിലിരിക്കുന്നവർക്ക് AC റൂമിലൊക്കെ ഇരിക്കുന്ന ചേട്ടന്മാർക്ക് മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, താഴെ ഫീൽഡിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. വരുന്ന IASകാരെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ട മുകളിലുള്ള IASകാരുടെയും മന്ത്രിയുടെയൊക്കെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടി ഇല്ലാത്ത ടാർഗറ്റ് കൊടുക്കും. വെങ്കടേഷ് IAS എന്ന് പറയുന്ന ഒരു IASകാരനാണ് ജലജീവ മിഷൻ എന്ന പദ്ധതിയെ നശിപ്പിച്ച് നാരായക്കല്ലും പിടുങ്ങിയത്. അങ്ങനെ ചെയ്യുന്നതിന് TK ജോസ് IAS എന്ന് പറയുന്ന ഒരു നല്ല പ്രമുഖനായ മിടുക്കനായ, കുടുംബശ്രീയൊക്കെ തുടങ്ങി 24 hours ജോലി ചെയ്തിരുന്ന മിടുക്കനായ TK ജോസ് IASൻ്റെ കൂടി അശ്രദ്ധ കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശീർവാദവുമുണ്ട്. ഞാൻ ഇതിൽ പറയാൻ കാരണം ജലജീവ മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കല്ല, അതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഗൈഡ് ലൈൻ മലയാളത്തിൽ തയ്യാറാക്കുന്നത് ഞാനാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഈ TK ജോസ് IASനെയും വെങ്കടേഷ് IASനുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ TK ജോസ് IAS പറഞ്ഞത്, ഞാൻ ഈ അവസാന മാസങ്ങളാണ്, അത് പിന്നെ അദ്ദേഹം പോകാനിരിക്കുന്ന മാസങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ പിണക്കാനോ CITക്കാരെ INTCക്കാരെ ആരെയും പിണക്കാൻ കഴിയില്ല. പിണക്കിയാൽ അദ്ദേഹത്തിന് മറ്റൊരു പദവി കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പെൻഷൻ പറ്റുന്നതിന് 6 മാസം മുമ്പുള്ള ജലജീവ മിഷൻ്റെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കുകയും മറ്റെല്ലാ സംവിധാനങ്ങളെയും, ഗുണഭോക്തൃ സമിതി ആകട്ടെ, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളാകട്ടെ, ജലനിധി പോലുള്ള സംവിധാനങ്ങളാകട്ടെ, ഒരു സംവിധാനത്തെയും കാണാതെ മുഴുവൻ വാട്ടർ അതോറിറ്റിക്ക് കണ്ണടച്ച് കൊടുത്തു. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും വാട്ടർ അതോറിറ്റി ചെയ്യാം എന്ന് ഏറ്റു. അവർ ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കുക, അതിൽ നിന്ന് പണം പിരിക്കുക, പഞ്ചായത്തിൽ നിന്ന് പൈസ പിരിക്കുക, അവർക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർ ചെയ്യാമെന്ന് ഏൽക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത് വെങ്കടേഷിൻ്റെ ടാർഗറ്റ് കൂടി ആയപ്പോൾ ആ പദ്ധതി നമ്മൾ പൊളിച്ച് സുന്ദരമായി അടുക്കി. നേരത്തെ ഒരു അശോക് സിംഗ് എന്ന് പറഞ്ഞൊരു IASകാരനുണ്ടായിരുന്നു, അശോക് കുമാർ സിംഗ്. അദ്ദേഹം ഇരുന്നപ്പോൾ ഇതുപോലെ NWDPRAയിൽ ഒരു കളി കളിച്ചു. നാഷണൽ NRDWPA, അതായത് നാഷണൽ റൂറൽ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ NRDWP ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ കളിച്ച് ആവശ്യമില്ലാത്ത ടാർഗറ്റിലെല്ലാം കൊടുത്ത അവസാനം 450 കോടി രൂപ കേന്ദ്രത്തിൻ്റെ നഷ്ടമായി. അത് പഴയ കഥ. ഇപ്പോൾ ജലജീവ മിഷനിലും ഈ കളികളൊക്കെ വരുന്നു. ഇതെല്ലാം വരുന്നത് CIT തന്നെ പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരെ കൂടെ വിശ്വാസത്തിലെടുക്കാതെ അവർക്ക് ടാർഗറ്റ് നിശ്ചയിക്കുന്നതാകട്ടെ, സകലതും അടപടലം പിടിച്ച് മുകളിലോട്ടുള്ള ആളുകളിൽ നിന്ന് പ്രീതി പറ്റാനായിട്ട് നടത്തുന്ന IASകാരുടെ ചക്കളത്തിൽ പോരാട്ടമാകട്ടെ, അവരുടെ യാതൊരു തത്വദേശീയമില്ലാത്ത പ്രവർത്തികളാകട്ടെ, എല്ലാം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ മനോഹരമെന്നൊക്കെ പറഞ്ഞ് വലിയ കൈയടിച്ച ആളുകളൊക്കെ തന്നെ പിന്നെ നന്നായി അനുഭവിച്ചു. എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ ഈ നീതി നിഷേധത്തെ, ഈ തൊഴിൽ നിഷേധത്തെ, തൊഴിലവകാശ നിഷേധത്തെ നമുക്ക് കണ്ടില്ല എന്നടിക്കാനാകില്ല. ഒരാളിൻ്റെ വിഷയമല്ല, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചെയ്തത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഏത് സ്ഥാപനത്തിൽ നടക്കുന്ന അനീതികളെയും അക്രമത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഉദ്യോഗസ്ഥ പീഡനത്തിൻ്റെയും തൊഴിലാളി വിരുദ്ധ നയത്തിൻ്റെയും പുറകിൽ ഞങ്ങളും ഉണ്ടായിരിക്കുമെന്ന് മാത്രം അറിയിക്കുന്നു. വാട്ടർ അതോറിറ്റിയിൽ കൃത്യമായി തൊഴിലാളികൾക്കും ജീവനക്കാർക്കും നീതി നടപ്പിലാക്കിയേ കഴിയൂ.